ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അമ്മമാർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം നേന്ത്രപ്പഴം നെയ്യിൽ വാട്ടുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ തൂക്കം കൂടാൻ ലോകമെമ്പാടുമുള്ള പീഡിയാട്രീഷ്യന്മാർ ഒരുപോലെ നിർദ്ദേശിക്കുന്ന ഒരു സൂപ്പർ ഫ്രൂട്ട് കോമ്പിനേഷനുമായിട്ടാണ്. അവോക്കാഡോയും ബനാനയും ചേർത്തുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നത്. കുഞ്ഞുങ്ങൾക്ക് 6 മാസം കഴിഞ്ഞവർക്ക് പോലും ധൈര്യമായി കൊടുത്തു തുടങ്ങാൻ പറ്റിയ ഒന്നാണിത്. അടുപ്പത്ത് വെച്ച് വേവിക്കുക പോലും വേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പെട്ടെന്ന് ജോലി തീരുകയും ചെയ്യും. കുഞ്ഞിന് നല്ല ഒന്നാന്തരം പോഷകങ്ങൾ കിട്ടുകയും ചെയ്യും. എന്തുകൊണ്ട് അവോക്കാഡോയും പഴവും നിർദ്ദേശിക്കുന്നു? ഹെൽത്തി ഫാറ്റ്സിൻ്റെ ഉറവിടമാണ്. അതായത് അവോക്കാഡോയിൽ കുഞ്ഞുങ്ങളുടെ ശരീരപുഷ്ടിക്ക് ആവശ്യമായ ഹെൽത്തി മോണോസാച്ചുറേറ്റഡ് ഫാറ്റുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരഭാരം കൂട്ടാൻ സഹായിക്കുന്നു. ഇരട്ടി കലോറി. പഴത്തിലെ പ്രകൃതിദത്ത മധുരവും കലോറിയും അവോക്കാഡോയിലെ നല്ല കൊഴുപ്പും ഒന്നിക്കുമ്പോൾ കുഞ്ഞിന് ആവശ്യമായ കലോറി പെട്ടെന്ന് ലഭിക്കുന്നു. മൂന്നാമതായി തലച്ചോറിന്റെ വളർച്ചയ്ക്കാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ ഇ, ഫോലേറ്റ് എന്നിവ കുഞ്ഞുങ്ങളുടെ ബുദ്ധിവികാസത്തിനും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ഇത് തയ്യാറാക്കേണ്ട രീതി പറഞ്ഞു തരാം. ആദ്യമായി ആവശ്യമുള്ള സാധനങ്ങളാണ്: നന്നായി പഴുത്ത അവോക്കാഡോയുടെ പകുതി, രണ്ടാമതായി നന്നായി പഴുത്ത ചെറിയ പഴം, ഞാലിപ്പൂവൻ അല്ലെങ്കിൽ പാളയംകോടൻ ഒരെണ്ണം എടുക്കണം, ഫോർമുല മിൽക്ക് അല്ലെങ്കിൽ മുലപ്പാൽ അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളം. ഇത് ആവശ്യത്തിന് ലൂസാക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി ഉണ്ടാക്കുന്ന രീതി പറഞ്ഞു തരാം. അവോക്കാഡോയുടെ നടുവേ മുറിച്ച് അതിൻ്റെ കുരു മാറ്റി ഉള്ളിലെ വെണ്ണ പോലുള്ള ഭാഗം ഒരു സ്പൂൺ ഉപയോഗിച്ച് ചുരണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇതിലേക്ക് ഒരു ചെറിയ പഴം കൂടി തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി ഇടുക. ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇവ രണ്ടും ഒട്ടും കട്ടകളില്ലാതെ നല്ല വെണ്ണ പോലെ ഉടച്ചെടുക്കുക. വേണമെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇത് ഒന്നുകൂടി ലൂസാക്കാൻ വേണ്ടി ഫോർമുല മിൽക്കോ അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളമോ ചേർത്ത് ഇളക്കുക. എനർജറ്റിക് ആയ ബൂസ്റ്റർ റെസിപ്പി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. ഇത് കൊടുക്കുമ്പോൾ അമ്മമാർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടി ഞാൻ ഇവിടെ വിശദീകരിക്കാം. അവോക്കാഡോ മുറിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കറുത്തു പോകും. അതുകൊണ്ട് ഈ റെസിപ്പി ഉണ്ടാക്കിയ ഉടൻ തന്നെ കുഞ്ഞിന് കൊടുക്കുക. ബാക്കി വെച്ച് പിന്നീട് കൊടുക്കരുത്. രണ്ടാമതായി പഞ്ചസാരയോ തേനോ വേണ്ട. പഴത്തിന്റെ മധുരം ഉള്ളത് കൊണ്ട് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് തേൻ കൊടുക്കരുത്. മികച്ച സമയമാണ് അടുത്തതായി പറയുന്നത്. രാവിലെ 11 മണിക്ക് ഇടഭക്ഷണമായിട്ടോ അതായത് മിഡ് മോർണിംഗ് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരമോ ഇത് കൊടുക്കാം. ഇത് മെഡിക്കലി 100% തെളിയിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. ലോകമെമ്പാടുമുള്ള പീഡിയാട്രീഷ്യന്മാർ കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി കൊടുത്തു തുടങ്ങാൻ ഏറ്റവും കൂടുതൽ നിർദ്ദേശിക്കുന്ന ഒരു സൂപ്പർ ഫുഡ് കൂടിയാണിത്. ഇതിൻ്റെ ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ കൂടി ഞാൻ പറഞ്ഞു തരാം. നല്ല കൊഴുപ്പിൻ്റെ കലവറ. കുഞ്ഞുങ്ങളുടെ തലച്ചോറിൻ്റെ വികാസത്തിനും ശാരീരിക പുഷ്ടിക്കും ഏറ്റവും ആവശ്യം നല്ല കൊഴുപ്പുകളാണ്. അവോക്കാഡോയിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ 3 പോലുള്ള നല്ല കൊഴുപ്പുകൾ കുഞ്ഞിന് ദഹനക്കേടുണ്ടാക്കാതെ തന്നെ നല്ല ഹെൽത്തിയായി ഭാരം കൂട്ടാൻ സഹായിക്കും. വേവിക്കാതെ തന്നെ വെണ്ണ പോലെ ഉടച്ചു കൊടുക്കാൻ പറ്റുന്നത് കൊണ്ട് ഇതിലെ പോഷകങ്ങൾ ഒട്ടും നഷ്ടപ്പെടാതെ കുഞ്ഞിന് ലഭിക്കും. ഇതിലുള്ള വിറ്റമിൻ എ, സി, ഇ, കെ എന്നിവയും ഫൈബറും കുഞ്ഞുങ്ങളുടെ പ്രതിരോധശേഷി കൂട്ടാനും മലബന്ധം തടയാനും സഹായിക്കുന്നു. അപ്പോൾ അമ്മമാരെ, കുഞ്ഞിന് നല്ലപോലെ ഹെൽത്തിയായി തടി വയ്ക്കാൻ സഹായിക്കുന്ന ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലായല്ലോ. ഗ്യാസിൻ്റെയോ ദഹനക്കേടിൻ്റെയോ പേടിയില്ലാതെ കണ്ണും പൂട്ടി ട്രൈ ചെയ്യാൻ പറ്റിയ ഒന്നാന്തരം റെസിപ്പിയാണിത്. പക്ഷേ ഒരു കാര്യം എൻ്റെ അമ്മമാർ എപ്പോഴും ഓർക്കണം. തൂക്കം കൂടുക എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ ഉരുള പോലെ തടിപ്പിക്കുക എന്നല്ല അർത്ഥം. കുഞ്ഞിൻ്റെ ആക്ടിവിറ്റിയും പ്രതിരോധശേഷിയുമാണ് പ്രധാനം. അതുകൊണ്ട് മറ്റു കുഞ്ഞുങ്ങളുടെ തടി കണ്ട് ആരും വിഷമിക്കാൻ നിൽക്കണ്ട. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വരുന്ന മാറ്റങ്ങൾ കമൻറ്റായി അറിയിക്കാം. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന അമ്മമാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. എൻ്റെ പരിമിതമായ അറിവുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അടുത്തൊരു വെയിറ്റ് ഗെയിൻ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.